മാധ്യമം പോഡ്കാസ്റ്റ്. എഡിറ്റോറിയൽ 2025 ഡിസംബർ 29 തിങ്കൾ. രാജ്യത്ത് മതത്തിന്റെ, ജാതിയുടെ, പ്രദേശത്തിന്റെ പേരിലുള്ള വംശീയ വെറി ആളുകളെ ഉന്മാദ ലഹരിയിലേക്കും തല്ലിക്കൊലകളിലേക്കും കൊണ്ടുചെന്നെത്തിക്കുകയാണ് എന്നതിന്റെ തെക്കും വടക്കുമുള്ള ഏറ്റവും പുതിയ തെളിവുകളാണ് പാലക്കാട്ടും ഡെറാഡൂണിലും കണ്ടതെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. വംശവെറിക്കെതിരെ ദേശീയ നിയമനിർമ്മാണം. ഞങ്ങൾ ചൈനക്കാരല്ല, ഇന്ത്യക്കാരാണ്. പറയൂ, അത് തെളിയിക്കാൻ ഞങ്ങൾ എന്ത് സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്? അതിർത്തി സേനയിൽ ഹെഡ് കോൺസ്റ്റബിളായി രാജ്യത്തെ സേവിക്കുന്ന ഒരു ഇന്ത്യക്കാരന്റെ 2 മക്കൾ. വംശവെറിയും പറഞ്ഞ് തല്ലിക്കൊല്ലാൻ വന്ന കൊലയാളികളോട് കെഞ്ചി ചോദിച്ചതാണിത്. ഏക സിവിൽ കോഡ് പാസാക്കി ബഹുഭാര്യത്വവും മതപരിവർത്തനവുമൊക്കെ നിരോധിച്ച് ഹിന്ദു രാഷ്ട്രക്രമത്തിലേക്ക് കുതിക്കുന്ന സംഘപരിവാറിന്റെ മാതൃകാ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനത്ത് ഡെറാഡൂണിലാണ് അഞ്ജേൽ ചക്മ എന്ന ത്രിപുരക്കാരൻ MBA വിദ്യാർത്ഥിയെ വിദേശി മുഖലക്ഷണം ആരോപിച്ച് ആൾക്കൂട്ടം മർദ്ദിച്ചു കൊന്നത്. വൈകിട്ട് പലവ്യഞ്ജന കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതായിരുന്നു ഡെറാഡൂണിലെ ജിജ്ഞാസ സർവകലാശാലയിൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയായ ത്രിപുരയിലെ ചക്മ ഗോത്ര വിഭാഗക്കാരൻ അഞ്ജേലും അവിടെ തന്നെ ഉത്തരാഞ്ചൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സഹോദരൻ മിഷേലും. നഗരപ്രാന്തത്തിൽ അവരെ ഏതാനും പേർ വളഞ്ഞ് ചൈനക്കാരെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞ് ആക്രമിച്ചു. തങ്ങൾ ഇന്ത്യക്കാരാണെന്ന് അഞ്ജേൽ തീർത്ത് പറഞ്ഞത് അക്രമികൾക്ക് പിടിച്ചില്ല. കത്തിയെടുത്ത് കഴുത്തിൽ വെട്ടിയും വയറ് കുത്തിക്കീറിയും അവർ പകവീട്ടി. മിഷേലിന് തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റു. 2 ആഴ്ച ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ച അഞ്ജേൽ ശനിയാഴ്ച പുലർച്ചെ മരിച്ചു. അതോടെ ത്രിപുരയിൽ സ്വാധീനമുള്ള ചക്മ വിഭാഗത്തിൽ പ്രതിഷേധമുയർന്നിരിക്കുന്നു. യൂത്ത് തിപ്ര ഫെഡറേഷൻ, YTF, ഗോത്ര ആദിവാസി വിദ്യാർത്ഥി ഫെഡറേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ കുറ്റക്കാരെ പിടികൂടി ശിക്ഷിക്കണമെന്നും സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നിയമം കൊണ്ടുവരണമെന്നുമാണ് അവരുടെ ആവശ്യം. പ്രബുദ്ധ കേരളത്തിൽ പാലക്കാട്ടെ അട്ടപ്പള്ളത്ത് ഛത്തീസ്ഗഡുകാരൻ രാംനാരായൺ ബാഗേലിനെ "നീ ബംഗ്ലാദേശുകാരനാണോടാ" എന്ന് ചോദിച്ച് വംശവെറിയുടെ വൈതാളികർ തല്ലിക്കൊന്നിട്ട് ഒരാഴ്ച പിന്നിടുന്നതേയുള്ളൂ. ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് പരവിദ്വേഷം കത്തിച്ചു നിർത്തുന്ന ഉത്തരാഖണ്ഡിൽ വംശീയ ഹത്യ നടക്കുന്നത്. ചക്മ സഹോദരങ്ങളെ ആക്രമിച്ചവർ മദ്യലഹരിയിലായിരുന്നു എന്ന് പറയുന്നു. പാലക്കാട്ടെ സംഭവത്തിലും ഈ കാരണം ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ആ സംശയം വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. മദ്യലഹരിയിൽ ആളുകളുടെ മെക്കിട്ട് കയറാനും അവരെ തല്ലിക്കൊല്ലാനും വരെ പരമത, അന്യജാതി, വിദേശി വിദ്വേഷം നിമിത്തമാകുന്നുവെങ്കിൽ ആളുകളുടെ ഉപബോധ മനസ്സിൽ ഈ വിദ്വേഷ കനൽ എത്രമേൽ എരിയുന്നു എന്നതാണ് അത് കാണിക്കുന്നത്. രാജ്യത്ത് മതത്തിന്റെ, ജാതിയുടെ, പ്രദേശത്തിന്റെ പേരിലുള്ള വംശീയ വെറി ആളുകളെ ഉന്മാദ ലഹരിയിലേക്കും തല്ലിക്കൊലകളിലേക്കും കൊണ്ടുചെന്നെത്തിക്കുകയാണ് എന്നതിന്റെ തെക്കും വടക്കുമുള്ള ഏറ്റവും പുതിയ തെളിവുകളാണ് പാലക്കാട്ടും ഡെറാഡൂണിലും കണ്ടത്. സംഭവത്തിൽ പോലീസ് പ്രതി ചേർത്ത 6 പേരിൽ 2 പേർ പ്രായപൂർത്തി തികയാത്തവരാണ് എന്നതും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഭരണാധികാരികളും രാഷ്ട്രീയ നേതൃത്വവും വംശവെറി കുത്തിവെക്കാനും അത് കത്തിപ്പടർത്താനുമുള്ള കരുതിക്കൂട്ടിയുള്ള നീക്കങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് അണികൾ അതേപടി ഏറ്റെടുക്കുന്നതിന്റെ ഫലമാണ് ആൾക്കൂട്ടക്കൊല എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു വിഭാഗത്തിനെതിരെ നിരന്തരം വിദ്വേഷ പ്രചാരണം നടത്തുമ്പോൾ അവരുടെ ജീവന് വിലയില്ലെന്നും അവരെ ആർക്കും തട്ടിക്കളിക്കാമെന്നുമുള്ള സാമാന്യവൽക്കരണത്തിലേക്ക് അനുയായികളും മറ്റും എത്തിച്ചേരും. ആരെയും ആർക്കും കൊല്ലാനും ബംഗ്ലാദേശി, ചൈനീസ്, പാകിസ്ഥാനി സംശയങ്ങൾ ന്യായമായി മാറുന്നതാണല്ലോ ഈ സംഭവങ്ങളിലെല്ലാം കാണുന്നത്. മതാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഇന്ന് മുസ്ലിങ്ങളും ക്രൈസ്തവരും ഈ വംശവെറിയുടെ ഇരകളായി കഴിഞ്ഞെന്ന് ഈ ക്രിസ്മസ് കാലത്ത് നടന്ന ആൾക്കൂട്ട അതിക്രമങ്ങൾ തെളിയിക്കുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ നേരിടുന്ന ദേശീയതയുടെ പേരിലുള്ള വംശവെറിയുടെ ആഴം വെളിപ്പെടുത്തുന്നുണ്ട് അഞ്ജേലിന്റെ കൊലപാതകം. വടക്ക് കിഴക്കൻ മേഖലയിലുള്ളവർ സംസ്ഥാനത്തിന് പുറത്ത് ചൈനക്കാരെന്ന അധിക്ഷേപത്തിൽ അതിക്രമത്തിനിരയാകുന്നുവെന്നാണ് ഗോത്രവർഗക്കാരുടെ പരിഭവം. ചൈന നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറാതെ സൂക്ഷിച്ചത് ദേശസ്നേഹികളായ ഞങ്ങളുടെ തലമുറകളായുള്ള ധീരമായ ചെറുത്തുനിൽപ്പാണെന്ന് വംശീയവാദികൾ അറിയണമെന്ന് തിപ്ര മോദ പാർട്ടി അധ്യക്ഷൻ പ്രദ്യുത് ബിക്രം മാണിക്യ ദെബാർമ ഓർമ്മിപ്പിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റ് മേഖലയിൽ നിന്നുള്ളവർക്കെതിരായ വംശീയ വിവേചനവും വിദ്വേഷവും പതിവായി മാറിയിരിക്കുകയാണ് എന്നവർ കുറ്റപ്പെടുത്തുന്നു. ഉത്തരേന്ത്യക്കാർ തങ്ങളുടെ നാട്ടിലെത്തുമ്പോൾ സ്വന്തം നാട്ടുകാരായി പരിഗണിച്ച് സൽക്കരിക്കുന്നതാണ് തങ്ങളുടെ ശീലമെന്നും എന്നാൽ അതിന് പകരം കിട്ടുന്നത് തല്ലും കൊലയുമാണെന്ന് അവർ സങ്കടപ്പെടുന്നു. രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണിതെന്നും നീതി നടപ്പാക്കി അതിനെ ചെറുക്കണമെന്നുമാണ് ചക്മ സംഘടനകളുടെ ആവശ്യം.
മുഖ്യമന്ത്രി അടക്കമുള്ള BJP നേതാക്കളും മന്ത്രിമാരും തന്നെ വംശീയ പ്രചാരണങ്ങളും വിദ്വേഷ പ്രസ്താവനകളും ആഹ്വാനങ്ങളുമായി കളം നിറഞ്ഞാടുന്ന ഉത്തരാഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നതെങ്ങനെ? സംഭവത്തിൽ കേസെടുത്ത പോലീസ് വംശവെറിയുടെ വകുപ്പുകൾ ചേർക്കാൻ തയ്യാറായിട്ടില്ല. അഞ്ചൽ സംഭവത്തിൽ പ്രതിഷേധവുമായി ഇറങ്ങിത്തിരിച്ച കലാശാല വിദ്യാർത്ഥികൾ വംശീയ വിദ്വേഷത്തിന്റെ പേരിലുള്ള അതിക്രമങ്ങൾക്കെതിരെ ദേശീയ തലത്തിൽ തന്നെ നിയമനിർമ്മാണം വേണമെന്ന ആവശ്യമുയർത്തിയിരിക്കുന്നു. ഏറെ പ്രസക്തമായ ഈ ആവശ്യം ഒരു ബഹുജന പ്രക്ഷോഭമായി ഉയർന്നു വരേണ്ട അതിഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്.